ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മെക്ടെക്കിന്റെ പുതിയൊരു വീഡിയോ സ്വാഗതം. ഞാൻ കൃഷ്ണാസ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള പഴയ ടയർ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു കിളിക്കൂട് ഉണ്ടാക്കാം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ ആ കിളിക്കൂടിൽ വെക്കാൻ പറ്റുന്ന പാത്രങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോക്ക് കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പൊ നമുക്ക് ഇതിന്റെ മേക്ക് വീഡിയോ കാണാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്കപ്പോ ആദ്യം ഈ കൂടുണ്ടാക്കാൻ വേണ്ടത് ഒരു വലിയ ടയറാണ്. അപ്പൊ നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു ജീപ്പിന്റെ ടയറാണ്. അപ്പൊ ഈ ടയറിന് ഒരു 2 ഫീറ്റ് ഉയരം വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ടയറിനെ ഈ ലൈനിൽ വെച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ ടയറിനെ കട്ടർ യൂസ് ചെയ്താണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ടയർ കട്ട് ചെയ്യുമ്പോൾ മുതിർന്നവരുടെ സഹായത്തോടു കൂടി ചെയ്യുക. ടയറിന്റെ പാർട്സ് എല്ലാം ഉരുകി മേത്തേക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി സൂക്ഷിച്ച് വേണം ഈ ടയറൊക്കെ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ അങ്ങനെ ആ ടയറെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ ഈ ടയറിന്റെ സൈഡിലൊക്കെ ഇതുപോലെ കമ്പി പുറത്തേക്ക് നിൽക്കുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് കുറച്ച് സെറ്റ് ആക്കാനുണ്ട്. കൈയിട്ട് ഉറച്ചു കഴിഞ്ഞാൽ കൈ പൊളിയും, അത്ര പോയിന്റ് ആണ് ആ വശം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു 2 മീറ്റർ നീളത്തിലുള്ള നെറ്റാണ്. അപ്പോൾ ഈ നെറ്റിന് 1 മീറ്ററിന് 150 രൂപയാണ് വരുന്നത്. ഇനി നമുക്ക് ആ കൂടിന്റെ പണി തുടങ്ങാം. അപ്പൊ അതിനായിട്ട് ഈ നെറ്റ് ഒന്ന് നിവർത്തി അതുമേലെ ചുളിവൊന്ന് ശരിയാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ടയർ ഈ നെറ്റിന്റെ ഉള്ളിലേക്ക് വെച്ച് നമുക്കൊരു ഇരുമ്പ് വാഷ് ഇട്ട് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ആക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് സ്ക്രൂ ചെയ്ത് നെറ്റും ടയറുമായിട്ട് നന്നായി ഉറപ്പിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു വശം നെറ്റും ടയറുമായി നന്നായി ഉറപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അതിന്റെ മറുവശത്ത് നമ്മൾ കട്ട് ചെയ്ത ബാക്കിയുള്ള ടയർ ഇതുപോലെ വെച്ച് തന്നെ ഉറപ്പിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ 2 ടയറും ആ നെറ്റിന്റെ 2 വശത്തുമായി ഉറപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നെറ്റിന്റെ 2 അറ്റങ്ങളും കൂടിച്ചേരുന്ന ഭാഗത്ത് കേബിൾ ടൈ യൂസ് ചെയ്ത് ടൈറ്റ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കേബിൾ ടൈ യൂസ് ചെയ്ത് നെറ്റുകൾ കൂട്ടിക്കെട്ടുക. എന്നിട്ട് അതിന്റെ ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. പിന്നെ നമ്മൾ ആ ടയറുമ്മ സ്ക്രൂ ചെയ്ത് സ്ക്രൂവിന്റെ അറ്റം മറുവശത്തേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ കുറച്ചൊന്ന് സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഒരു ഗ്ലൂ ഗൺ അതിന്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ കൂടിന്റെ ഒരു വശം അടയ്ക്കണം. അപ്പോൾ അതിനായി ആ ടയറിന്റെ വട്ടത്തിനനുസരിച്ച് നെറ്റിൽ നിന്നും ഒരു കഷ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ കട്ട് ചെയ്ത നെറ്റ് ഇതിന്റെ മുകളിൽ വെച്ച് നമുക്ക് അതും സ്ക്രൂ ചെയ്ത് ടൈറ്റാക്കി ഉറപ്പിക്കാം. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ നന്നായി സ്ക്രൂ ചെയ്ത് ഇത് ഉറപ്പിക്കുക. അപ്പോൾ അങ്ങനെ ആ കൂടിന്റെ ഒരു വശം നമ്മൾ നെറ്റിട്ട് അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ ഉള്ളിൽ വെക്കാൻ ഒരു ചില്ലയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പുളിമരത്തിന്റെ ചില്ലയാണ്. അപ്പോൾ ഇതുപോലെ പുളിമരത്തിന്റെ ചില്ലയാകുമ്പോൾ കുറെ കാലം ഇത് ഈട് നിൽക്കും. ഇനി നമുക്ക് ഈ പുളിമരത്തിന്റെ ചില്ലയെ കൂടിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഇറക്കി സെറ്റ് ആയിട്ട് ഇനി നമുക്ക് ഈ കൂടിന്റെ ഉള്ളിലേക്ക് വെക്കാൻ പാത്രം സെറ്റ് ചെയ്യണം. അപ്പൊ ആ പാത്രം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഇതുപോലെ ഒരു PVC പൈപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ഈ PVC പൈപ്പിന്റെ ഒരു വശം നമുക്ക് അടയ്ക്കണം. അതിനായിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത് മൾട്ടിവുഡ് ആണ്. അപ്പോൾ ഈ മൾട്ടിവുഡ് ആകുമ്പോൾ വെള്ളം വലിച്ചെടുക്കുക കേടാവുക അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ഈ മൾട്ടിവുഡിന്റെ മുകളിൽ ഈ PVC പൈപ്പ് വെച്ച് നമുക്ക് അതിന്റെ വട്ടം അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കട്ടർ യൂസ് ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം.
അപ്പോൾ അങ്ങനെ ഇതിന്റെ ഒരു വശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന്റെ ബാക്കി നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ അങ്ങനെ ആ ഷേപ്പിൽ അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ PVC പൈപ്പിന്റെ ഉള്ളിലേക്ക് ഈ മൾട്ടിവുഡ് വെച്ച് ഫ്ലഷ് ക്യൂക്ക് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഒട്ടിച്ച് നമ്മുടെ പാത്രം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം കുളത്തിടാൻ വേണ്ടിയിട്ട് അതുമേലെ ഒരു കുളത്തുണ്ടാക്കണം. അപ്പൊ അതിനായിട്ട് ഒരു PVC പൈപ്പിൽ നിന്ന് തന്നെ ഇതുപോലെ ഒരു ഷേപ്പിൽ ഒരു കഷ്ണം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ കട്ട് ചെയ്ത ഭാഗത്തിന്റെ ഒരറ്റം നമുക്കൊന്ന് വളച്ച് കുളത്ത് പോലെ ആക്കണം. അപ്പൊ അതിനായിട്ട് ഇതുപോലെ വല്ല ചിമ്മിനിയോ അല്ലെങ്കിൽ ലൈറ്ററൊക്കെ യൂസ് ചെയ്ത് ചൂടാക്കി ഒന്ന് വളച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വളച്ചൊരു കുളത്ത് പോലെ ആക്കിയതിന് ശേഷം നമുക്ക് ആ പാത്രത്തിന്റെ മുകളിൽ ഇത് വെച്ച് ഫ്ലഷ് ക്യൂക്ക് വെച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതുപോലെ 2 പാത്രങ്ങൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പാത്രത്തിന്മേ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. വെള്ളം കുറച്ചും കൂടി ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പാത്രങ്ങൾ ആ കൂട്ടിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ പാത്രങ്ങൾ പുറത്തേക്ക് എടുക്കാതെ തന്നെ നമുക്കൊരു ഫണലിന്റെ സഹായത്തോടു കൂടി പുറത്ത് നിന്ന് തന്നെ വെള്ളവും കിളികൾക്ക് ആവശ്യമുള്ള ഭക്ഷണവും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഒരു ചെറിയ കുടം സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് പകരം നമ്മുടെ കയ്യിൽ കിളിക്കൂട്ടിന്റെ ഷേപ്പിൽ തന്നെയുള്ള ഒരു മൺകുടം ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ തൂക്കിയിടുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ കൂടിന്റെ ഉള്ളിലെല്ലാം സെറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ മുകൾ വശം മൂടണം. അപ്പോൾ നമ്മൾ ആ കൂടിന്റെ ടയർ മൂടാൻ വേണ്ടി പ്ലൈവുഡിന്റെ ഷീറ്റിൽ നിന്നും ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത പ്ലൈവുഡിന്റെ ഷീറ്റിന്റെ സെന്ററിൽ ഒരു ഡോറിന്റെ ഭാഗം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ഡ്രില്ല് യൂസ് ചെയ്ത് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. അതിന്റെ ഉള്ളിലേക്ക് എന്നിട്ട് ഇതുപോലെ ആ കട്ടർ വെച്ച് നമുക്ക് ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ അതിന്റെ ഉള്ളിലത്തെ ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗത്തിന്റെ അളവിൽ തന്നെ നമ്മൾ ഒരു പ്ലൈവുഡിൽ നിന്നും മറ്റൊരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഡോറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡോറിനായി യൂസ് ചെയ്യുന്ന പ്ലൈവുഡിന്റെ സെന്ററിൽ നിന്നും ഒരു ചെറിയ പോർഷൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയ ആ ഡോറിന്റെ ഭാഗം നമ്മളൊരു നെറ്റ് ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്ത് അതിന്റെ മുകളിൽ വെച്ച് സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതിന്റെ ഡോറ് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ആ പ്ലൈവുഡിലേക്ക് ഈ ഡോറ് ഫിറ്റ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് ഇതുപോലെ ഒരു വിജാഗിരി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഡോർ ആ പ്ലൈവുഡിലേക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ വിജാഗിരി വെച്ച് നമുക്ക് സ്ക്രൂ ചെയ്ത് ഈ പ്ലൈവുഡുമേൽ ഡോർ ഉറപ്പിക്കാം. അപ്പോൾ അങ്ങനെ പ്ലൈവുഡും എല്ലാം ഡോറ് ഉറപ്പിച്ചു. ഇനി നമുക്ക് ആ പ്ലൈവുഡ് അങ്ങനെ ടയറിന്റെ മുകളിലേക്ക് വെച്ച് സ്ക്രൂ ചെയ്ത് ടയറുമായി ഉറപ്പിക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഡോറിന്റെ അറ്റത്ത് വെച്ച വാഷ് കുറച്ച് പുറത്തേക്കായിട്ട് വെച്ച് സ്ക്രൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഡോറ് ഉള്ളിലേക്ക് പോകാതെ കൃത്യ ലെവലിൽ തന്നെ വന്നടയും. ഇനി നമുക്ക് ഇതിന്റെ മേലെ ഒരു ടവർ ബോൾട്ട് വെച്ച് കൊടുക്കാം. അപ്പൊ അതിനായിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു നല്ലൊരു ടവർ ബോൾട്ടാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് പടച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരണമെങ്കിൽ പിടി ഭാഗം ഒന്ന് തിരിച്ച് ബാക്കിലേക്ക് വലിക്കണം. അപ്പൊ നമുക്കിത് ഇതിന്റെ മേലെ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ കൂടിന്റെ മേക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നമ്മളിപ്പോ കസിന്റെ കയ്യിൽ നിന്ന് ഒരു 2 കിളിനെ കൂട്ടിലിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയുണ്ട് നോക്കാം. അപ്പൊ നമുക്ക് ഈ കൂട് എങ്ങനെ വേണമെങ്കിലും വെക്കാം. ഒന്നെങ്കിൽ കെടുത്തി വെക്കാം, അല്ലെങ്കിൽ തൂക്കിയിടാം. അതുപോലെ നമുക്ക് നേരെ വെക്കാൻ സാധിക്കും. അപ്പോൾ കിളികൾക്ക് പെട്ടെന്ന് കൂട് മാറിയപ്പോ ചെറിയ പേടിയുണ്ട്. അപ്പൊ പേടി മാറി വരുന്നുള്ളോ.
ഇന്നത്തെ കിളിക്കൂടിന്റെ മേക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു. അപ്പൊ നമുക്ക് ഈ കിളിക്കൂടുണ്ടാക്കാൻ അധികം ചെലവൊന്നും വന്നില്ല. ആകെ നമുക്ക് നെറ്റ് മാത്രം വാങ്ങേണ്ട ആവശ്യം വന്നുള്ളൂ. അപ്പൊ നെറ്റിന് മീറ്ററിന് ഒരു 150 രൂപയാണ് വന്നിട്ടുള്ളത്. നമ്മളപ്പോ അതൊരു 2.25 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 350 രൂപയോളായി. അപ്പൊ ഇത്ര ചിലവ് കുറവിൽ നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളി നല്ല വലിയൊരു കൂട് തന്നെ ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ നമ്മുടെ ചാനലിനും ഈ വീഡിയോനൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്റെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇതുപോലത്തെ പുതിയ വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.